ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ സ്ഥിരമായിട്ട് വിൽക്കാറുള്ള 1 കിലോ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഷുഗർ ക്യാരമൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുന്ന സമയത്ത് തീ കൂട്ടി വയ്ക്കാം. അതിനുശേഷം പഞ്ചസാര അലിഞ്ഞു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. പഞ്ചസാര അലിഞ്ഞ് ഇതുപോലെ കളർ മാറി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് അങ്ങ് കട്ട പിടിച്ച് പോകും. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊഴിക്കണം, ഒന്ന് മാറി നിന്ന് വേണം ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദമാവ് അളന്നെടുക്കാം. 240 ml കപ്പിൽ 2 കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഈ കേക്കിൽ ബേക്കിംഗ് പൗഡർ മാത്രം മതി, ബേക്കിംഗ് സോഡ ചേർക്കണ്ട. അതിൻ്റെ കൂടെ 2 നുള്ളു ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ കറുകപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരിച്ച് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മാവ് ഇതുപോലെ നല്ലപോലെ അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. മാവ് 3 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്. 1 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി എടുക്കുമ്പോൾ ഒരു കളറായാലും മിക്സഡ് കളറായാലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മൈദമാവ് ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കേക്കിൽ ചേർക്കുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല പോലെ തന്നെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും. ആദ്യം മുട്ട മാത്രം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം പൊടിച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നതുവരെ ബീറ്റ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും കൂടെ ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കളറൊക്കെ ലൈറ്റ് കളർ ആകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ പിന്നെ കുറച്ച് സമയം, ഒരു 10-20 സെക്കൻഡ് മാത്രം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് സമയം ഓവർ ബീറ്റ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് മിക്സായി വന്നാൽ മാത്രം മതി, അത്ര സമയം ബീറ്റ് ചെയ്യാവൂ. ഇനി നമുക്ക് മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ ക്യാരറ്റ് കേക്ക്. കറുകപ്പട്ട പൊടിച്ചതൊക്കെ ഈ മാവിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. മാവ് മുഴുവനായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഫോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ ഷുഗർ ക്യാരമൽ ചെയ്ത് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് അളവിൽ വേണം ക്യാരമൽ ഷുഗർ ഒഴിക്കാനായിട്ട്. അതും കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ക്യാരമൽ ഷുഗർ ഒഴിക്കുമ്പോൾ അത് അടിയിലേക്ക് പോയി കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. 1 കപ്പ് അളവിൽ വേണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്
ഇതിപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രം റെഡിയാക്കി ഞാൻ ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ പാത്രത്തിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വയ്ക്കാം. പാത്രം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. അതുപോലെ OTGയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ OTG പ്രീഹീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ കുക്കർ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. പാത്രം ഇപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ OTG പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്തത്. പാത്രത്തിലേക്ക് മാവ് ഒഴിക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത OTGയിലേക്ക് വെച്ച് കൊടുക്കാം. ഡിഗ്രിയിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. 1 മണിക്കൂർ തന്നെ വേണം ഇത് ബേക്കായി കിട്ടാനായിട്ട്. ഗ്യാസിലാണെങ്കിലും കുക്കറിലാണെങ്കിലും ഇതുപോലെ 1 മണിക്കൂർ എടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട്. 1 മണിക്കൂറായപ്പോൾ നന്നായിട്ട് ഇതിന് കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ ക്യാരറ്റ് കേക്ക്. കഴിക്കുന്നവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന ഒരു കേക്ക് തന്നെയാണ് ഈ ക്യാരറ്റ് കേക്ക്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.